എറണാകുളത്ത് മേജർ രവി NDA സ്ഥാനാർത്ഥിയായിരിക്കും. BJP നേതൃത്വം മേജർ രവിയുമായി ചർച്ച നടത്തി. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ അധ്യാപിക TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനും BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറും പരിഗണനയിലുണ്ട്. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചെയ്യുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, BJPയുടെ അടുത്ത സ്ഥാനാർത്ഥി പട്ടിക അത് ഏറ്റവും ഒടുവിലത്തതാണ്. BJP എങ്ങനെയാണ് കണക്കുകൂട്ടലുകൾ? ഒപ്പം ഈ തീയതി അടക്കം വന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അധികം സമയം ഇല്ല. അപ്പോൾ ഈ പേരുകളിലേക്ക് അവസാന റൗണ്ടിൽ എത്തുകയാണോ നേതൃത്വം? തീർച്ചയായും പ്രജൻ, ഇനിയിപ്പോൾ അധിക സമയമില്ല എന്നുള്ളതാണ്. 40 ദിവസമുണ്ട് എന്ന് പറഞ്ഞാലും പ്രചരണത്തിനെടുക്കുന്ന സമയമൊക്കെ BJP സംബന്ധിച്ച് അധികം വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവസാനം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ മാറ്റിവെച്ച് മറ്റു പേരുകളിലേക്ക് BJP കടക്കുന്നത്. ഏറ്റവും പ്രധാനമായി എറണാകുളത്ത് മേജർ രവിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് NDA കടക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മേജർ രവിയുമായി BJPയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിലേക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അന്ന് മേജർ രവി അറിയിച്ചിരുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് K സുരേന്ദ്രൻ അടക്കം നേരിട്ടെത്തി മേജർ രവിയുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് ഈ സ്ഥാനാർത്ഥിത്വം ഇദ്ദേഹം അംഗീകരിച്ചതായുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും അത് ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരം പുറത്തു വരും. ആലത്തൂരിലേക്ക് വരുമ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന TN സരസുവിനെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. അവരുമായി ചർച്ച നടത്തി അവർ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കൊല്ലത്ത് 2 പേരുകളാണ് അവസാനമായി പരിഗണനയിലുള്ളത്. അത് കുമ്മനം രാജശേഖരനും BJPയുടെ ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറുമാണ്. ഇവരിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിത്വത്തിന് താല്പര്യമില്ല എന്നുള്ള വിവരം അറിയിച്ചതായാണ് വിവരം. എന്തായാലും ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.